വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിന്റെ തന്നെ ഡീറ്റെയിൽഡ് ക്ലാസ് ആണ്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ കറണ്ട് അഫയർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് അതിന് ആൻസർ കണ്ടെത്താം എന്നുള്ള രീതിയിൽ കുറച്ചും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. ഇപ്പോൾ വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും 10th പ്രിലിംസിനും മെയിൻസിനും ഫയർമാൻ പോലുള്ള എക്സാമുകൾക്കും എല്ലാത്തിനും ഉപകരിക്കുന്ന രീതിയിലാണ് ഈ ക്ലാസ്സുകൾ കാണുക. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ. അതിനൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം. രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതിയുടെ ശിലാസ്ഥാപനം ഈ അടുത്തിടെ നടന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് നടന്നത്. മഹാരാഷ്ട്രയിലെ പാൽഗറിലെ വദാവനിലാണ് നടന്നത്. മഹാരാഷ്ട്രയിലെ പാൽഗറിലെ വദാവൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത്. എന്താണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഏറ്റവും വലിയ തുറമുഖ പദ്ധതിയുടെ ശിലാസ്ഥാപനമാണ്. 24,000 കണ്ടെയ്നർ ശേഷിയുള്ള കപ്പലുകൾക്ക് വരെ നങ്കൂരം ഇടാൻ പാകത്തിനുള്ള തുറമുഖ പദ്ധതിയാണ്. ഗുജറാത്തിനോട് ചേർന്ന് ദഹാനു കടലോരത്ത് നിന്ന് 4.5 നോട്ടിക്കൽ മൈൽ ദൂരെയാണ് ഈ നിർദ്ദിഷ്ട തുറമുഖം. കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ജവഹർലാൽ നെഹ്റു തുറമുഖ അതോറിറ്റിയും മഹാരാഷ്ട്ര മാരിടൈം ബോർഡും ചേർന്ന് 2030 ഈ തുറമുഖ പദ്ധതി പൂർത്തിയാക്കുക. അപ്പൊ എവിടെയാന്നാ പറഞ്ഞേ? മഹാരാഷ്ട്രയിലെ പാൽഘറിലെ വദാവൻ എന്ന് പറയുന്ന സ്ഥലത്താണ് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതിയുടെ ശിലാസ്ഥാപനം നടത്തിയത് കേട്ടോ. അടുത്തത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന് പുതിയ പേര് ലഭിക്കുകയുണ്ടായി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് പേര്? ശ്രീ വിജയപുരം എന്നാണ് പേര്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാവിക ഓഫീസർ ആയിരുന്ന ആരാണ്? ആർച്ചിബാൾഡ് ബ്ലെയറിനോടുള്ള ആദര സൂചകമായിട്ടാണ് നമ്മൾ പോർട്ട് ബ്ലെയർ എന്ന പേര് 1789 നൽകിയത്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് ത്രിവർണ പതാകയൊക്കെ ഉയർത്തിയത് 1943 ഡിസംബർ 30 പോർട്ട് ബ്ലെയറിലാണെന്നും നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അടുത്തിടെ ഒരു ശിവജിയുടെ പ്രതിമ തകർന്നു വീഴുണ്ടായി. അത് 2023 ഡിസംബർ 4 ആ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. അത് ഈ അടുത്ത കാലത്ത് തകർന്നു വീണു. 2.5 കോടി രൂപയൊക്കെ ചെലവഴിച്ച് നാവികസേനയുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ചതാണ് ഈ പ്രതിമ. മഹാരാഷ്ട്രയിലെ സിന്ധു ദുർഗ് കോട്ടയിലാണ് തകർന്നു വീണ ഛത്രപതി ശിവജിയുടെ പ്രതിമ. അടുത്തിടെ തകർന്നു വീണ ഛത്രപതി ശിവജിയുടെ പ്രതിമ എവിടെയായിരുന്നു? മഹാരാഷ്ട്രയിലെ സിന്ധു ദുർഗ് കോട്ടയിലായിരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതില് കേരള പോലീസ് പുലർത്തിയ മികവിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ എന്ത് അംഗീകാരമാണ് കേരള പോലീസിന് ലഭിച്ചത്? ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ അംഗീകാരം. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ അംഗീകാരമാണ് ലഭിച്ചത്. ക്ലിയർ ആയല്ലോ? ഏത് ചുഴലിക്കാറ്റാണ് അടുത്തിടെ വിയറ്റ്നാം, ഫിലിപ്പൈൻസ്, ദക്ഷിണ ചൈന തുടങ്ങിയ സ്ഥലങ്ങളിൽ വൻ നാശം വിതച്ചത്? ചുഴലിക്കാറ്റിന്റെ പേര് യാഗി എന്നാണ്. യാഗി. ഇതിന് ജപ്പാനാണ് ആ പേരിട്ടത്. ഫ്രാൻസിലെ പാരീസില് 2024 ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 8 വരെ നടന്ന ഭിന്നശേഷിക്കാരുടെ ലോക കായികോത്സവമായ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡലാ കിട്ടിയത്? 29 മെഡൽ കിട്ടി. 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം എന്നിങ്ങനെയാണ് ഇന്ത്യക്ക് 29 മെഡൽ കിട്ടിയത്. 18ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി ത്രിതല പഞ്ചായത്തുകളിലെ വാർഡുകളുടെ എണ്ണം പുതുക്കി നിശ്ചയിക്കുകയുണ്ടായി. എത്ര വാർഡുകളാണ് സംസ്ഥാനത്ത് ഗ്രാമപഞ്ചായത്തുകളിൽ മൊത്തമായിട്ട് വർദ്ധിച്ചത്? 1375 വാർഡുകൾ വർദ്ധിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് നിങ്ങൾ ഓർത്തു വെക്കണം. 1375 വാർഡുകൾ കേട്ടോ. ക്രൊയേഷ്യയിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതിയുടെ പേരെന്താണ്? അരുൺ ഗോയലാണ്. അരുൺ ഗോയൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരിക്കെ കാലാവധി അവസാനിക്കുന്നതിന് 3 വർഷം മുമ്പ് അദ്ദേഹം രാജിവെച്ച വ്യക്തിയാണ് കേട്ടോ. 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഏത് സൈനികന്റെ 100ാം പിറന്നാളാണ് അടുത്തിടെ ഇന്ത്യൻ സൈന്യം ആഘോഷിച്ചത്? റിട്ടയർഡ് ലാൻസ് നായിക് ശരൺ സിംഗിന്റെയാണ്. റിട്ടയർഡ് ലാൻസ് നായിക് ശരൺ സിംഗിന്റെയാണ് കേട്ടോ.
ഏഷ്യൻ ഒളിമ്പിക്സ് കൗൺസിലിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ആരാണ് അദ്ദേഹം? രൺധീർ സിംഗ് ആണ്. ആരാണ്? രൺധീർ സിംഗ്. 2028 വരെ കാലാവധി ഉണ്ട്. ഒളിമ്പ്യൻ ആണ് അദ്ദേഹം. അതുപോലെ തന്നെ 2021 മുതല് OCAയുടെ ആക്ടിംഗ് പ്രസിഡന്റായി ഇദ്ദേഹം പ്രവർത്തിച്ചു വരികയും കൂടിയായിരുന്നു. ഓസ്ട്രേലിയൻ പ്രാദേശിക സർക്കാരിൽ മന്ത്രി പദവിയിലെത്തിയ ആദ്യ മലയാളി ആരാണ്? ജിൻസൺ ചാൾസ് ആണ്. ജിൻസൺ ചാൾസ് കേട്ടോ. കോട്ടയം പാലാ സ്വദേശിയാണ്. നോർത്തേൺ ടെറിട്ടറിയിലാണ് ഇദ്ദേഹം മന്ത്രിയായത്. രാജ്യത്തെ കാലാവസ്ഥാ പ്രവചന സംവിധാനം മെച്ചപ്പെടുത്താനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന മിഷന്റെ പേരെന്താണ്? മിഷൻ മൗസം എന്നാണ് പേര്. മിഷൻ മൗസം 2000 കോടി രൂപ ചെലവഴിക്കുന്ന പദ്ധതിയാണ്. അപ്പോ കനത്ത മഴയെ തടഞ്ഞു നിർത്താനുള്ള സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ളവ വികസിപ്പിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. സംസ്ഥാനത്തെ 7ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? KN ഹരിലാൽ ആണ്. 2 വർഷമാണ് കാലാവധി. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ വിഹിതം തീരുമാനിക്കുന്നത് ധനകാര്യ കമ്മീഷനാണ്. വളരെ പ്രധാനം. അടുത്തിടെ അന്തരിച്ച ആൽബർട്ടോ ഫ്യൂജിമോറി ഏത് തെക്കേ അമേരിക്കൻ രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു? എവിടത്തെയായിരുന്നു? പെറുവിന്റെ കേട്ടോ. 1990-2000 കാലഘട്ടത്തിൽ ഉരുക്കുമുഷ്ടിയാൽ രാജ്യം ഭരിച്ച ഫ്യൂജിമോറി അധികാരഭ്രഷ്ടനായതിനു ശേഷം തന്റെ ഭരണകാലത്ത് നടത്തിയ മനുഷ്യാവകാശ ലംഘനത്തിന് 25 വർഷത്തെ ശിക്ഷയ്ക്ക് തടവിന് വിധിച്ചു അദ്ദേഹത്തെ. പക്ഷെ മാനുഷിക പരിഗണന നൽകി ഭരണഘടനാ കോടതി കഴിഞ്ഞ വർഷം അവസാനം അദ്ദേഹത്തെ വിട്ടയക്കുകയുണ്ടായത്. അടുത്തത്, സംഘടനാ പദവിയിലിരിക്കെ അന്തരിച്ച CPMന്റെ എത്രാമത്തെ ജനറൽ സെക്രട്ടറിയാണ്? സീതാറാം യെച്ചൂരി. ആദ്യത്തെയാണ്. 2015 മുതൽ തുടർച്ചയായി 3 തവണ ജനറൽ സെക്രട്ടറി പദം വഹിക്കുകയായിരുന്നു അദ്ദേഹം. 2005 മുതൽ 2017 വരെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചു. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതിനെയാണ്? ഇരവികുളത്തെയാണ്. ഇരവികുളത്തെ ഭിന്നശേഷി സൗഹൃദ ദേശീയോദ്യാനമായിട്ട് കൂടി പ്രഖ്യാപിക്കുകയുണ്ടായി. പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ അധികം വലിച്ചെടുക്കുന്ന ദേശീയോദ്യാനത്തിനാണ് കാർബൺ നെഗറ്റീവ് പദവി കൊടുക്കുക. US ഓപ്പൺ ടെന്നീസ് സിംഗിൾസ് വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയതാണ്? ആരാണ്? ബെലറൂസിന്റെ ആര്യ നാസ ബലേങ്ക. ബെലറൂസുകാരിയാണ്. അടുത്തത്, പുരുഷ വിഭാഗത്തില് ഇറ്റലിയുടെ യാനിക് സിന്നറിനാണ് കിരീടം. യാനിക് സിന്നർ പ്രത്യേകതയോടെ ഉണ്ട്. US ഓപ്പണിൽ കിരീടം നേടുന്ന ആദ്യ പുരുഷ ഇറ്റാലിയൻ താരമാണ് ഇദ്ദേഹം. അപ്പൊ US ഓപ്പണിൽ കിരീടം നേടുന്ന ആദ്യ പുരുഷൻ ഇറ്റാലിയൻ താരമാണ് യാനിക് സിന്നർ. ആരാണ്? യാനിക് സിന്നർ. വനിത ആരാന്ന് പറഞ്ഞത്? ആര്യ നാസ ബലേങ്ക. രാജ്യത്തെ ആദ്യത്തെ വന്ദേ മെട്രോ ട്രെയിൻ, അതായത് നമോ ഭാരത് റാപ്പിഡ് ട്രെയിൻ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? എവിടെ ആരംഭിച്ചു? ഗുജറാത്തില്. ഭുജിൽ നിന്ന് അഹമ്മദാബാദിലേക്കാണ് സർവീസ്. 360 കിലോമീറ്റർ യാത്ര 5 മണിക്കൂർ 45 മിനിറ്റിൽ പൂർത്തിയാകും. ഒന്നും കൂടെ പറയാം. രാജ്യത്തെ ആദ്യത്തെ വന്ദേ മെട്രോ ട്രെയിൻ അല്ലെങ്കിൽ നമോ ഭാരത് റാപ്പിഡ് റെയിൽ സർവീസ് ആരംഭിച്ചത് ഗുജറാത്തിൽ കേട്ടോ. ഭുജിൽ നിന്ന് അഹമ്മദാബാദിലേക്ക്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബഹിരാകാശത്ത് നിന്ന് വോട്ട് ചെയ്ത ആദ്യ വ്യക്തി ആരാണ്? ഡേവിഡ് വോൾഫ് ആണ്. ആരാണ്? ഡേവിഡ് വോൾഫ്. 1997 US സംസ്ഥാനമായ ടെക്സസ് ആണ് നാസയിലെ ഉദ്യോഗസ്ഥർക്ക് ബഹിരാകാശത്ത് നിന്ന് വോട്ട് ചെയ്യാനുള്ള അനുമതി ഉള്ള ഒരു നിയമം കൊണ്ടുവന്നത്, നിയമം പാസാക്കിയത്. അതേ വർഷം മിർ ബഹിരാകാശ നിലയത്തിൽ നിന്ന് നാസയിലെ ഡേവിഡ് വോൾഫ് വോട്ട് ചെയ്യേണ്ടായി. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അത്ര അധികം ഒന്നും പറഞ്ഞിട്ടില്ല, വളരെ കുറച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വളരെ കുറച്ച് മാത്രം എടുത്ത് ഓരോ ദിവസവും കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് കുറച്ച് പറഞ്ഞ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ കറണ്ട് അഫയേഴ്സിന്റെ പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ നിന്ന് ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് പോകാത്ത രീതിയിൽ നമുക്ക് പഠിച്ചു മുന്നേറാം. ക്ലാസ് ഇഷ്ടമായിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.